അങ്ങനെ ഒരു മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ചീറ്റുന്ന രക്തത്തിൽ തൃപ്തിപ്പെടുന്ന ഒരു ദൈവത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ സങ്കല്പം നിങ്ങൾ അങ്ങ് ഒഴിവാക്കണം. ഇത് ആർക്കൊക്കെയോ ഉപജീവിക്കുന്നതിന് വേണ്ടി പഴയ ഗോത്ര ആചാരം ഇസ്ലാമിലേക്ക് അടിച്ചേൽപ്പിച്ചതാണ്. ഖുർആനിലില്ല, ഇസ്ലാമിലില്ല, പ്രവാചകൻ അറുത്തിട്ടില്ല. ബലിയറക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബലിയറക്കുക എന്ന കലാപരിപാടി ഇസ്ലാമികമല്ല, അത് ഗോത്ര ആചാരമാണ്, മുആവിയയുടെ ഗോത്ര ആചാരമാണ്. ആ ആചാരത്തെ അങ്ങനെ തന്നെ ഇസ്ലാമിന്റെ പേര് നടപ്പിലാക്കിയതാണ്. ഞാൻ ഇയാളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്തിട്ട് ആധുനികരായ മുഫസ്സിറുകളാകട്ടെ പൗരാണികരായ മുഫസ്സിറുകളാകട്ടെ ഏതെങ്കിലും ഒരു മുഫസ്സിർ അള്ളാഹുവിന്റെ കിതാബിലെ ഈ ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് മൃഗബലി ഖുർആനിലില്ല എന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണിച്ചു തരാൻ ഈ മൗലവിക്ക് സാധ്യമാണോ? എങ്കിൽ നിങ്ങൾ അത് കാണിക്കണം. ഇയാൾ പറഞ്ഞത് ഏതാണ്? ഖുർആനിലെ സൂറത്ത് ഹജ്ജിലെ 37-ാമത്തെ ആയത്തല്ലേ? ആ ആയത്തിൽ തൊട്ട് മീതെയുള്ള ആയത്ത് എടുത്ത് പരിശോധിച്ചാൽ അവിടെ ബലിയുണ്ട്. ഇയാൾ പറയുന്നത് സമർപ്പണാണ് അത്ര ബലി. മൃഗബലിയെ സംബന്ധിച്ച് തന്നെ അള്ളാഹ് പറയുന്നുണ്ട്. ഇതാ കേട്ടോ, ഞാൻ പറയാം, ഞാൻ ആയത്തോതാം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ ഹജ്ജിൽ വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ. അള്ളാഹ് പറയുന്നത് വൽ ബുദ്ന. എന്താ ബുദിന എന്ന് പറഞ്ഞു? വൽ ബുദിന, എന്താ ഈ ബുദുൻ? ഈ മൗലവി പറയട്ടെ, എന്താണ് അതിന്റെ ആശയം? വൽ ബുദിന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലിമൃഗമാണ്, പ്രധാനമായും ഒട്ടകത്തെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദിന എന്ന് പറഞ്ഞാൽ ബഈർ, ബഖർ, ആട് അതിൽ പെടുകയില്ല. ഈ ബലിമൃഗത്തെ ജഅൽനാഹ, നാം അതിനെ നിശ്ചയിച്ചിരിക്കുന്നു, ലക്കും, നിങ്ങൾക്ക് വേണ്ടി, മിൻ ശആഇരില്ലാഹ്, അള്ളാഹുവിന്റെ മതത്തിന്റെ ഒരു ചിഹ്നമായി അതിനെ നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട് ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്ക് അതിൽ ധാരാളം നന്മകളുണ്ട്. ഇനി പറയുന്ന വാചകം ശ്രദ്ധിച്ചോ, എന്താ അള്ളാഹ് പറയുന്നത്? ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ, നിങ്ങൾ ആ ബലിമൃഗങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നാമങ്ങളെ അണിയണിയായി നിർത്തി സ്മരിക്കുക. എങ്ങനെയാണ് ഈ ബലിമൃഗങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കൽ? ഏതെങ്കിലും ഒട്ടകങ്ങളുടെ ആലയിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയലാണോ? എന്ത് വിഡ്ഢിത്തരമാണ് ഈ മൗലവി പറയുന്നത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിച്ചുകൊണ്ട് ആ ബലിമൃഗങ്ങളെ അണിയണിയായി നിർത്തി നിങ്ങൾ അറവ് നടത്തുക എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ഇനിയും പറയുന്ന അല്ലാഹ് എത്ര വ്യക്തമാണിത്. ഫഇദാ വജബത് ജുനൂബുഹാ, അത് വീണ് കഴിഞ്ഞാൽ, അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ, ഒട്ടകത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒട്ടകത്തെ എങ്ങനെ അറുക്കേണ്ടത്? ഒട്ടകത്തെ നിർത്തിയിട്ട് അറുക്കുക, അതിന് നെഹർ എന്നാ പറയാ. ആ ഒട്ടകത്തെ നിർത്തി അറുക്കുമ്പോൾ അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഫകുലു മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് തിന്നുക. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, നിങ്ങൾ അതിൽ നിന്ന് സാധുക്കൾ, ചോദിച്ചു വരുന്നവർ, യാചിക്കാതെ സംതൃപ്തി അടയുന്നവനും ആവശ്യപ്പെടുന്നവനും നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ ഈ സമർപ്പണത്തിന്റെ ബലി, അതായത് രക്തം ചിന്തുന്ന ബലിയില്ല എന്നാണല്ലോ ഇയാൾ പറയുന്നത്. പിന്നെന്താണ് ഇവിടെ തിന്നാൻ പറയുന്നത്? പിന്നെന്താണ് ഭൂമിയിലേക്ക് വീഴുന്നു എന്ന് പറയുന്നത്? പിന്നെ എന്താണ് ഇവിടെ ബലിമൃഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്? ഇത് അല്ലാഹുവിന്റെ കിതാബിലുള്ളതല്ലേ? അപ്പോ റബ്ബിന്റെ കിതാബിനെ വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ നിലക്കുള്ള ആശയങ്ങൾ പറയുന്നത്.